ഏറെ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തോമസ് ഐസക്കിന്റെ പേരാണ് ഇവിടെ ഉയർന്നു കേട്ടതെങ്കിൽ ഇപ്പോൾ ജി സുധാകരന്റെ പേരും പരിഗണനയിലുണ്ട്, സജീവ പരിഗണനയിലുണ്ട് എന്ന് അറിയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ആർനാസർ പറഞ്ഞത്? ഇതിനകത്ത് CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ സിറ്റിംഗ് സീറ്റിൽ AM ആരിഫ് തന്നെ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വലതു തരംഗം വലിയ തോതിൽ ആഞ്ഞു വീശിയപ്പോൾ ആകെ പിടിച്ചു നിന്ന മണ്ഡലങ്ങളിലൊന്ന് ആലപ്പുഴ മാത്രമാണ്. അത്തരത്തിൽ ആ ഒരു ആലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പോൾ സിറ്റിംഗ് സീറ്റിൽ ആണ് ഇത്തരം ഒരു ട്വിസ്റ്റ് CPM-ന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ സീറ്റ് നമ്മൾ കുറച്ചു നേരത്തെ ന്യൂസ് 18 തന്നെ ഇന്റർവ്യൂവിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അതായത് ആലപ്പുഴ വലിയ പ്രാധാന്യത്തോടുകൂടി അവർ കാണുന്നു, കോൺഗ്രസ് കാണുന്നു. അതുകൊണ്ട് തന്നെ UDF ആലപ്പുഴ മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ അത്ര കണ്ട് പ്രാധാന്യത്തോടെ ഇറക്കുമെന്നുള്ള ഒരു കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ന്യൂസ് 8നോട് ഇന്ന് നമ്മളുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി എത്ര പ്രശ്നങ്ങൾ ഉണ്ടായ ഘട്ടത്തിലും കടപുഴുകാതെ നിന്ന ഇടത് മണ്ഡലമാണ് ആലപ്പുഴ. ആ ആലപ്പുഴ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് സംബന്ധിച്ച് ഇന്ന് CPM-ന്റെ അഭിമാന പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ യാതൊരുവിധ റിസ്കിലേക്കും കടക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് നമുക്ക് ആദ്യഘട്ടം മുതൽ തന്നെ കേട്ടിരുന്നത്. സിറ്റിംഗ് MP ആയി AM ആരിഫ് ഉണ്ടെങ്കിൽ പോലും പ്രാഥമിക ഘട്ട ചർച്ചകൾ പോലും അദ്ദേഹത്തിന്റെ പേര് വരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. മാത്രമല്ല, ഇവിടെ തോമസ് ഐസക്കിനെയോ ജി സുധാകരനെയോ ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ട പേര് തോമസ് ഐസക്കിന്റേതാണ്. തോമസ് ഐസക്കിനെയോ അല്ലെങ്കിൽ ജി സുധാകരനെയോ പോലെയുള്ള കരുത്തരായ ആളുകളെ, പ്രത്യേകിച്ച് അവരെ മുൻനിര രാഷ്ട്രീയ നേതാക്കളെ തന്നെ ഇറക്കി, മുൻനിര നേതാക്കന്മാരെ തന്നെ ഇറക്കി മണ്ഡലം ഉറപ്പിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM നീങ്ങുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ട്വിസ്റ്റ് ഇപ്പോൾ ആലപ്പുഴയിലെ CPM രാഷ്ട്രീയത്തിൽ പുതിയൊരു ചർച്ചയായി ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ജി സുധാകരന്റെയും തോമസ് ഐസക്കിന്റെയും പേര് പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഘട്ട ചർച്ചയിൽ തന്നെ വലിയ തോതിൽ ആലപ്പുഴയിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ആലപ്പുഴ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത വെച്ച് നോക്കുകയാണെങ്കിൽ ആലപ്പുഴ മണ്ഡലം എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ UDF-നോ കൂടുതൽ വിജയം നൽകിയിട്ടുള്ള മണ്ഡലം എന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിൽ ഇടത് കോട്ടയായിട്ട് ഒന്നും നിലനിൽക്കാത്തൊരു മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ AM ആരിഫിനെ അടക്കം ഇറക്കി അത്തരത്തിൽ ഒരു മണ്ഡലം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ CPM ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ കണക്കിലെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ AM ആരിഫ് നേടിയ വോട്ടുകൾ പരിഗണിക്കുകയാണെങ്കിൽ ചേർത്തലയിലും കായംകുളത്തും ലഭിച്ച ചെറിയ ലീഡിനപ്പുറത്തേക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാനായി അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു റിസ്ക് ഇനി ഏറ്റെടുക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചയാണ്. എന്തായാലും അശ്വതി, ആദ്യഘട്ട തീരുമാനം എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തോട് ജില്ലാ നേതാക്കന്മാർ പങ്കുവച്ചിരിക്കുന്ന വിവരം AM ആരിഫിനെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതിനവർ പ്രധാനമായി പറയുന്നത് വിജയസാധ്യത കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. മറിച്ച് മറ്റൊരു കാര്യം കൂടി ആരിഫിന്, സിറ്റിംഗ് MPക്ക് വിനയായി വരുന്നുണ്ട്. അത് 4 ടേമുകൾ തുടർച്ചയായി മത്സരിച്ച് വിജയിക്കുന്നു എന്നുള്ളതാണ്. അതായത് 3 തവണ അരൂരിൽ, വീണ്ടും പിന്നീട് പാർലമെന്റിലും തിരഞ്ഞെടുത്ത് അത്തരത്തിൽ ഒരാൾ തന്നെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ തുടരുന്നത് അത് ശരിയായ രീതിയല്ല, അത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നുള്ളതാണ്. ഇത്തവണ കൂടി വരികയാണെങ്കിൽ അഞ്ചാം ടേമിലേക്കാണ് AM ആരിഫ് തുടർച്ചയായി വരുന്നത്. അത് CPM-ന്റെ ഒരു രീതി അല്ല എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അത്തരത്തിൽ തുടർച്ചയായി വിജയിച്ച ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട്, അതുകൊണ്ട് ഒരു വലിയ നിര തന്നെ പ്രതിഭാധന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു വലിയ നിരയെ തന്നെ CPM മാറ്റിവെച്ചാണ് അത്തരമൊരു റിസ്കിലേക്ക് ഇറങ്ങിയത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ തുടർച്ചയായ ഒരു പാർലമെന്ററി രാഷ്ട്രീയം അത് തിരിച്ചടിയാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ്. മറ്റൊന്ന് CPM-നുള്ളിലെ തന്നെ നീക്കങ്ങളാണ്. അതായത് AM ആരിഫുമായി ബന്ധപ്പെട്ട് CPM-നുള്ളിൽ തന്നെ പല ഘടകങ്ങളിലും അതൃപ്തിയുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏകോപനത്തിന് തടസ്സം സൃഷ്ടിക്കുമോ എന്നുള്ള ഭയവും പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ജി സുധാകരന്റെയും തോമസ് ഐസക്കിന്റെയും പേരുകൾ സജീവമായി പരിഗണനയിൽ. അതിൽ തന്നെ ജി സുധാകരൻ ഒരു രാഷ്ട്രീയ ഭേദമനെ എല്ലാവർക്കും അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാകും. വിജയസാധ്യത കൂടുതൽ ഉറപ്പിക്കാനാവുന്ന സ്ഥാനാർത്ഥിയാകും.
എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ CPM നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അതാണ് CPM-ന്റെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല മറ്റ് CPM-നുള്ളിലെ തന്നെ പ്രവർത്തകരിൽ ഒരു ആത്മവിശ്വാസം കൊണ്ടുവരാനും ഒരു പൊളിറ്റിക്കൽ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അവിടെ യാതൊരുവിധ റിസ്കിലേക്കും നീങ്ങാതെ അത്തരത്തിൽ വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന, അതായത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ വരുന്ന ഈ സമയത്ത് വരുന്ന ഓരോ പേരും അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അവരുടെ ഏതൊക്കെ രീതിയിലാണ് അവരെ പരിഗണിക്കുന്നത് പാർട്ടി എന്നുള്ളത് കൂടി നമുക്ക് ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ശരണ്യ പറഞ്ഞതുപോലെ വളരെ ജനകീയനായ, രാഷ്ട്രീയത്തിന് അതീതമായി ജനകീയനായ ഒരു നേതാവിനെ ഒരു രീതിയിലും റിസ്ക് എടുക്കാൻ CPM തയ്യാറാകുന്നില്ല. അവിടെയാണ് ജി സുധാകരന്റെ പേരിപ്പോൾ ഉയർന്നു വരുന്നതെന്ന് പറയുമ്പോൾ ജി സുധാകരൻ ആലപ്പുഴ നൽകുന്ന ഒരു പിന്തുണ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാധ്യത അത് എത്രത്തോളമാണ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജി സുധാകരൻ കഴിഞ്ഞ രാഷ്ട്രീയ കാലയളവിൽ ഉണ്ടായ അദ്ദേഹത്തിന്റെ, നമുക്കറിയാം കഴിഞ്ഞ സംസ്ഥാന സമ്മേളന കാലയളവ് മുതൽ തന്നെ അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടി വന്ന, ഇപ്പോൾ CPM-ന്റെ ബ്രാഞ്ച് തലത്തിലാണ് ജി സുധാകരൻ പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും CPM-ന്റെ എല്ലാ പരിപാടികളിലും, അന്ന് മാത്രമല്ല മറ്റ് തൊഴിലാളി സംഘടനകളുടെ ആണെങ്കിലും എല്ലാ പരിപാടികളിലും വളരെ സജീവമായി തന്നെ ജി സുധാകരൻ ഇപ്പോഴും മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ സജീവമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും സജീവമായി അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു.